ഫ്രണ്ട്സ്, വെറും 4 മിനിറ്റിനുള്ളിൽ ഈ ആഴ്ച നടന്ന എല്ലാ ടെക് ന്യൂസും നിങ്ങളുടെ അടുത്ത് ഞാൻ പറഞ്ഞുതരാം. ഇതിൽ ഒന്നാമത്തെ ന്യൂസ് എന്ന് പറയുന്നത് കുറച്ച് സങ്കടമായിട്ടുള്ള ഒരു ന്യൂസാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അത്യാവശ്യം നല്ല ബഡ്ജറ്റ് റേഞ്ചിൽ ഒരുപാട് പേര് വാങ്ങിച്ചൊരു ഫോണായിരുന്നു നത്തിങ്ങിന്റെ CMO ഫോൺ 2 Pro എന്ന് പറയുന്ന ഈ ഒരു ഫോൺ. ഇത് വാങ്ങിച്ചു കഴിഞ്ഞ് ഒരുപാട് പേര് ഇനി വെയിറ്റ് ചെയ്തിരിക്കുന്നു. ഇതിനൊരു ഫാൻ ബേസ് തന്നെയുണ്ട്. അവരെല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്നു ഇതിന്റെ പുതിയ മോഡൽ 2026 ഇറങ്ങാൻ വേണ്ടിയിട്ട്, നത്തിങ്ങിന്റെ CMO ഫോൺ 3 Pro എന്ന് പറഞ്ഞിട്ടുള്ള മോഡൽ. പക്ഷെ ഫ്രണ്ട്സ്, സങ്കടം എന്ന് പറയട്ടെ, അങ്ങനെ ഒരു ഫോൺ 2026 ഇറങ്ങില്ല. ഇത് ഒഫീഷ്യലായിട്ട് CMFന്റെ കോ ഫൗണ്ടർ തന്നെ ട്വിറ്ററിൽ ഇട്ടിട്ടുണ്ട്. അവർ 2026 CMF ഫോൺ 2 Proയുടെ പുതിയൊരു മോഡൽ ഇറക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട്. ഇതിന് കാരണമായിട്ട് അവർ പറയുന്നത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോഴത്തെ ഒരു ചിപ്പ് സെറ്റിന്റെയും അതുപോലെ തന്നെ റാമിന്റെ ഒക്കെ ഈ ഒരു വില നല്ല രീതിക്ക് കയറുന്നുണ്ട്. അതുകൊണ്ടാണ് അവർ ഇങ്ങനെ ഒരു ഫോൺ 2026 ഇറക്കാത്തതെന്ന് പറയുന്നത്. കാരണം അവർ ഇതെല്ലാം പണിഞ്ഞ് ഇറക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ, അതായത് CMF ഫോൺ 2 Pro കൊടുത്ത ഒരു റേഞ്ചിൽ ഈ ഒരു ഫോൺ കൊടുക്കാൻ പറ്റത്തില്ല. ഇതിന്റെ വില നല്ല രീതിക്ക് കൂടും. ഇപ്പൊ ചിപ്സെറ്റിനൊക്കെ വില ഭയങ്കര കൂടുതലായതുകൊണ്ട് അതുകൊണ്ട് അവർ ഇപ്പൊ 2026 ഇങ്ങനെ ഒരു ഫോൺ ഇറക്കുന്നില്ല എന്നാണ് ഒഫീഷ്യലായിട്ട് പറഞ്ഞിരിക്കുന്നത്. എന്റെ അഭിപ്രായത്തിൽ ഫ്രണ്ട്സ്, എന്തായാലും നല്ലൊരു ഡിസിഷനാണ് അവർ എടുത്തിരിക്കുന്നത്. കാരണം CMF എന്ന് പറയുമ്പോൾ നമ്മുടെ മൈൻഡിൽ അത്യാവശ്യം വില കുറവുള്ള ഫോൺ ആയിരിക്കും ഇറക്കാന്ന് വിചാരിച്ച് നമ്മൾ ഇരിക്കും. പക്ഷെ ഇപ്പൊ ചിപ്സെറ്റിന് വില കൂടുതലാന്ന് പറഞ്ഞാൽ അവർ പുതിയൊരു മോഡലും കൂടി ഇറക്കി കഴിഞ്ഞാൽ നല്ല പ്രൈസ് വരും ഈ ഒരു ഇറങ്ങാൻ പോകുന്ന പുതിയ CMFന്റെ ഫോൺ. അപ്പോൾ നമ്മൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഫോൺ എക്സ്പെക്ട് ചെയ്ത് പോകുമ്പോൾ ഈ ഒരു ഫോൺ ഒടുക്കത്തെ വിലയായിരിക്കും. അപ്പൊ അതിനും ഭേദം ഇപ്പൊ തൽക്കാലം ഇറക്കാണ്ടിരിക്കേണ്ടതാണ്. 2027 അവർ ഇറക്കട്ടെ, ചിപ്സെറ്റിനൊക്കെ ഒന്ന് വില ഒതുങ്ങിയിട്ട്. ഒന്നാമത്തെ ന്യൂസ് സങ്കടമായിരുന്നു. ഇനി രണ്ടാമത്തെ ന്യൂസ് എടുത്ത് നോക്കിയാലോ, അതും സങ്കടമാണ്. അതും ആപ്പിൾ ഐഫോൺ ഫാൻസിന്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഐഫോണിന് ഇനി ഇറങ്ങാൻ പോകുന്ന പുതിയ മോഡൽ ഫോൺസിന് നല്ല രീതിക്ക് വില കൂടുന്നതാണ് നമുക്ക് അറിയാനായിട്ട് സാധിച്ചത്. നമുക്ക് കിട്ടിയ റൂമേഴ്സ് പ്രകാരം ഐഫോണിന്റെ 18 ഇനി ഇറങ്ങാൻ പോകുന്നത്, അതിന്റെ വില ഏകദേശം 1 ലക്ഷം രൂപ അടുത്ത് വരുന്നതാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. ഇപ്പോഴത്തെ 17 ബേസ് മോഡൽ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഏകദേശം ഒരു 75,000 മുതൽ 80,000 രൂപ വരെയാണ് പ്രൈസ് റേഞ്ച് വരുന്നത്. ഇനി 18 വരുമ്പോൾ ഈ 80,000 എന്നുള്ളത് 20,000 രൂപ കൂടി 1 ലക്ഷം രൂപ അടുത്ത് വരുന്നതാണ് ഫ്രണ്ട്സ് നമുക്ക് റൂമേഴ്സ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ബേസ് മോഡലിന് 1 ലക്ഷം ആണെങ്കിൽ നിങ്ങൾ പ്രോയും പ്രോ മാക്സും എത്ര രൂപയെന്നൊന്ന് ആലോചിച്ച് നോക്കി. ഇതിന്റെ കാരണം ഞാൻ പ്രത്യേകിച്ച് പറയണ്ട, നമ്മൾ മുമ്പ് പറഞ്ഞ CMFന്റെ കാരണം തന്നെയാണ്. അതായത് ചിപ്സെറ്റിനൊക്കെ നല്ല വില കൂടുന്നുണ്ട്. അതുകൊണ്ട് ഓൾമോസ്റ്റ് എല്ലാ ബ്രാൻഡുകളും ഫോണിന്റെ പ്രൈസ് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് ഫ്രണ്ട്സ്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, മുമ്പൊക്കെ നമുക്കൊരു 25,000 30,000 ഉണ്ടെങ്കിൽ അത്യാവശ്യം നല്ലൊരു ഗെയിം ഒക്കെ കളിക്കാൻ പറ്റുന്ന ഫോൺ കിട്ടും. പക്ഷെ ഇപ്പൊ അത് നമുക്ക് കിട്ടണമെങ്കിൽ 30,000 40,000 50,000 രൂപ വരെ കൊടുക്കേണ്ട ഒരു അവസ്ഥയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനെല്ലാം കാരണം ഈ ചിപ്സെറ്റിന്റെയും റാമിന്റെയും പ്രൊസസറിന്റെ ഒക്കെ വില കൂടേണ്ടതാണ്. ഇതൊന്ന് കുറഞ്ഞ് കിട്ടിയെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല വില കുറവിന് ഫോണുകളൊക്കെ ഇറങ്ങി കിട്ടിയാൽ. എന്തായാലും നമുക്ക് പ്രാർത്ഥിക്കാം ഫ്രണ്ട്സ്, ഇതിന്റെ ഒക്കെ വില കുറയാൻ. 2 ന്യൂസ് സങ്കടമായിട്ടുള്ള ന്യൂസ് പറഞ്ഞുകൊണ്ട് മൂന്നാമത്തെ ന്യൂസ് ഹാപ്പി ആയിട്ടുള്ള ഒരു ന്യൂസ് പറയാം. അതും കപ്പിൾസിന്. അതായത് നിങ്ങൾക്കറിയാം, വാട്സാപ്പിൽ വൺസ് എന്ന് പറഞ്ഞ ഫീച്ചർ ഉണ്ട്. അതായത് നമുക്ക് വീഡിയോസും ഫോട്ടോസും വൺസ് ആയിട്ടായിരിക്കാം ഒരു പ്രാവശ്യം കാണാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞാൽ ജസ്റ്റ് ഓപ്പൺ എന്ന് പറഞ്ഞ കിടക്കുള്ളൂ. നിങ്ങൾക്ക് അറിയാം, പറഞ്ഞു തരണ്ട. ഇപ്പോൾ കറന്റ് വാട്സാപ്പ് പുതിയൊരു ഫീച്ചറും കൂടിയും വാട്സാപ്പിൽ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇനി മുതൽ നമുക്ക് മെസ്സേജ് എല്ലാം ടെക്സ്റ്റ് എല്ലാം വൺസ് ആയിട്ട് അടിക്കാൻ പറ്റും. അതിന്റെ ടെസ്റ്റിംഗ് ഇപ്പോൾ വാട്സാപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ എങ്ങനെ വീഡിയോസും ഫോട്ടോസും വാട്സാപ്പിൽ വൺസ് ആയിട്ട് അടിക്കുന്നു, അതുപോലെ ഇനി നമുക്ക് മെസ്സേജ് ടൈപ്പ് ചെയ്ത് വൺസ് ആയിട്ട് അടിക്കാം. അത് അപ്പുറത്തുള്ള ആൾ കണ്ടു കഴിഞ്ഞാൽ ജസ്റ്റ് ഓപ്പൺ എന്ന് പറഞ്ഞ് കിടക്കും. അത്ര മാത്രമേ ഉള്ളൂ ഫ്രണ്ട്സ്. അങ്ങനെ ഒരു ഫീച്ചർ വാട്സാപ്പ് കൊണ്ടുവരാൻ പോകുന്നുണ്ട്. നത്തിങ്ങിന്റെ CMF ഫോൺ 2 Pro ഇറങ്ങുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ നത്തിങ്ങിന്റെ വേറൊരു സംഭവം ഇറങ്ങാൻ പോകുന്നുണ്ട് ഫ്രണ്ട്സ്. അവര് ട്വിറ്ററിൽ ഇട്ടൊരു പോസ്റ്റാണ്, നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. B എന്നൊക്കെ പറഞ്ഞ ഒരു സീക്രട്ട് കോഡ് വെച്ചിട്ട്. അപ്പോൾ ഒരുപാട് പേര് പറഞ്ഞത് TWS ആയിരിക്കും, ഒരുപാട് ഒരു ഫോൺ ആയിരിക്കും എന്ന് പറഞ്ഞ് നല്ല രീതിക്ക് അങ്ങോട്ട് ഇങ്ങോട്ട് ഡിബേറ്റ് ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു. ഫൈനലി ഇതൊരു ഫോണാണെന്നുള്ള കാര്യം കൺഫേം ആയിട്ടുണ്ട്. അത് ഞാൻ കണ്ടുപിടിച്ചു ഫ്രണ്ട്സ്. അതായത് ഫ്ലിപ്കാർട്ടിൽ ഇപ്പോൾ ഞാൻ എടുത്തു നോക്കിയപ്പോൾ സ്മാർട്ട് ഫോണിന്റെ സെക്ഷനിൽ ഈ ഒരു B എന്ന് പറയുന്ന കോഡ് വെച്ചിട്ടുള്ള നത്തിങ്ങിന്റെ ഒരു ആഡ്, ഈ ഒരു പ്രൊമോഷൻ വന്ന് കിടപ്പുണ്ട്. അത് സ്മാർട്ട് ഫോണിന്റെ സെക്ഷനിലായതുകൊണ്ട് ഉറപ്പായിട്ടും നത്തിങ്ങിന്റെ പുതിയൊരു ഫോൺ വരാനായിട്ട് ഇരിക്കുന്നുണ്ട്. അതിന്റെ സൂചനയാണ് നത്തിങ് കൊടുത്തിരിക്കുന്നത്. അതും ഫ്ലിപ്കാർട്ട് വഴിയായിരിക്കും നത്തിങ് ഈ ഒരു ഫോൺ ഇറക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇത് ഏത് ഫോണായിരിക്കുന്നത് നിങ്ങൾക്ക് വല്ല ഗസ് ഉണ്ടോ? ഗസ് ഉണ്ടെങ്കിൽ നിങ്ങൾ അടിയിലൊന്ന് കമന്റ് ചെയ്യട്ടാ. ഇനി ലാസ്റ്റത്തെ ന്യൂസ് നമ്മുടെ ഗെയിമേഴ്സിന് വേണ്ടിയിട്ടുള്ള ന്യൂസ് ആണ്. എല്ലാ ടെക് വീഡിയോസിലും നമ്മൾ അവസാനം ഗെയിമേഴ്സിന് വേണ്ടിയുള്ള 1-2 ന്യൂസ് കൊണ്ടുവരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ ന്യൂസ് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ GTA ഫാൻസിന് വേണ്ടിയിട്ടാണ്. ഒരുപാട് പേര് വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു GTA 6 ഇറങ്ങാൻ വേണ്ടിയിട്ട്. ഫൈനലി GTA 6ന്റെ കവർ ഫോട്ടോ അവർ ഒഫീഷ്യലി ഇറക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇതായിരിക്കും GTA 6ന്റെ കവർ ഫോട്ടോ ആയിട്ട് വരാൻ വേണ്ടി പോകുന്നത്. അതുപോലെ തന്നെ ജൂൺ 25-ാം തീയതി ഒഫീഷ്യലി GTA 6ന്റെ പ്രീ ഓർഡർ സ്റ്റാർട്ട് ചെയ്യും. ഇതിലുള്ള ഒരു സങ്കടമായിട്ടുള്ള ന്യൂസ് എന്ന് വെച്ചാൽ PS5-നും Xbox-നും വേണ്ടിയിട്ടായിരിക്കും കറന്റ് ഇവർ ഒരു പ്രീ ഓർഡർ സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടായിരിക്കും
ആയിരിക്കും PC-ലോട്ട് GTA 6 വരാം. അത് ഓൾറെഡി എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. ആദ്യം ഈ പറയുന്ന കൺസോളിലേക്ക് ഇറങ്ങിയിട്ട് കമ്പ്യൂട്ടറിലേക്ക് വരത്തുള്ളൂ, PC-യിലോട്ട് വരത്തുള്ളൂ. അപ്പൊ എന്തായാലും എക്സ്ബോക്സും അതുപോലെ തന്നെ PS5 ഒക്കെ യൂസ് ചെയ്യുന്നവർക്ക് ജൂൺ 25 മുതൽ GTA 6 പ്രീ ഓർഡർ ചെയ്യാം. അപ്പൊ എന്തായാലും ഫ്രണ്ട്സ്, ഇത്ര ടെക് ന്യൂസ് പറഞ്ഞിട്ട് നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ എൻഡ് ചെയ്യണം. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ടെക് ന്യൂസ് ഇഷ്ടപ്പെട്ടു ഇല്ലെന്ന് ഉറപ്പായിട്ട് അടിയിൽ കമന്റ് ചെയ്യാം. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമ്മൾ ആഴ്ചയിൽ ഇതുപോലത്തെ അടിപൊളി ടെക് ന്യൂസുകളൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ടോ ഇതുപോലത്തെ അടിപൊളി വീഡിയോസിന് വേണ്ടിയിട്ട്.